Hey guys, welcome back to YouTube channel. Guys, ഞങ്ങൾ ഇവിടെ വന്നത് സിനിമ കാണാനാണ്. ഏത് സിനിമ? നമ്മുടെ വാരിസും തുനുവും. നമ്മൾ രണ്ട് സിനിമ കണ്ടു കുളിക്കുന്നു. ഡീറ്റെയിൽസ് ആയിട്ട് അറിയത്തില്ല ഗൈസ്. ആദ്യം സത്യം പറഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ചു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോകാന്നാണ്. പിന്നെ വിചാരിച്ചു പടത്തിലൊന്നും കാണാൻ പറ്റത്തില്ല. കാരണം അറിയാലോ വിളികളും ബഹളങ്ങളൊക്കെ. 10 ബുക്ക് ചെയ്തു. ഞങ്ങൾ ഇവിടെ 16 ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് വീണ്ടും ബുക്ക് ചെയ്തു. ആദ്യമായിട്ടാണ് വരുന്നത്. ഞാൻ ഇവിടെ കൂടി കയറിയപ്പോ ഇത് ഏത് സ്ഥലം? ഇവരെയൊക്കെ ബോഡി ചെക്ക് ചെയ്തു. എന്നെ മാത്രം ചെയ്തു. ടൈമായി നമുക്ക് തുടങ്ങണ ലുലുവിന്റെ പ്രോഡക്റ്റ് ആണ്. സിനിമ കിടിലായിരുന്നു. ഫസ്റ്റ് ഹാഫ് കൊള്ളായിരുന്നു. സിനിമ കഴിഞ്ഞിട്ടില്ല, സിനിമ കിടിലായിരുന്നു. റിവ്യൂ ഒക്കെ അവസാനം പറയാം. നമ്മൾ ഫസ്റ്റ് ഹാഫ് കണ്ടിട്ട് മാത്രം ഒന്നും പറയരുത്, അവസാനം പറയാം. ഫസ്റ്റ് ഹാഫ് കൊള്ളായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഗായ്സ്, ഇവിടത്തെ ബാത്റൂമിൽ ഞാൻ പോയേ കിട്ടില്ല. ബാത്റൂം അതാണ് ബാത്റൂം. കാണിച്ചു തരാം. എന്റെ മോനെ ഇജാജ്, നമ്മളൊരു വീട് വെച്ച ഇത്ര അളവിന് കാണുവാടാ. എന്താ ഇത്? നോക്കടാ എടാ, ഇതിനകത്തൊക്കെ നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ ആദ്യമായിട്ടൊരു ബാത്റൂം വ്ലോഗ്. എന്റെ പള്ളി, എന്റെ മോനെ, ഇതിനകത്തൊക്കെ എങ്ങനെ മൂത്രം ഒഴിക്കുമെന്ന് ഒഴിക്കണല്ലേ, കണ്ടിട്ട് ഒഴിക്കാൻ തോന്നുന്നു. ഞങ്ങൾ സിനിമയ്ക്ക് പോയിട്ട് ഇറങ്ങി. ഇനി അടുത്ത പടം എന്തായാലും 4 മണിക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ പോപ്കോൺ ശേഖരിക്കുകയാണ്. അല്ല അനന്ത് ബനിയല്ലാതെ സിനിമ അകത്തോടെ ടീഷർട്ട് ഊരണം, അകത്തോടെ ടീഷർട്ട് ഊരണം. ഉണ്ടാ ഞങ്ങൾ ഇതേം കൊണ്ട് വന്നിരിക്കുന്ന എല്ലാ ആൾക്കാരും നോക്കണം. ഇവരെന്തൊരു സിനിമയ്ക്ക് പോയിട്ട് ചെട്ടി കൊണ്ടൊക്കെ സിനിമ ഇഷ്ടപ്പെട്ടു കേട്ടോ. കിടില്ല സിനിമ. എനിക്ക് ആ രഞ്ജിതമേ പാട്ട് വന്നപ്പോ ഫ്രണ്ടിൽ പോയി ഡാൻസ് കളിക്കുന്നു. ഞാൻ ഭയങ്കര ഡാൻസ് ഡാൻസ് കളിക്കാൻ പറ്റൂല. അതാണ് അവിടുത്തെ തിയേറ്ററിലായിരുന്നു. നമ്മളിപ്പോ ഫ്രണ്ടിൽ കിടന്ന് ഓൺ ആവുകയായിരുന്നു. സ്റ്റാൻഡേർഡ് പടം കേട്ടോ. വിജയുടെ അവസാനം ഇറങ്ങി ഏറ്റവും കിടിലം പടം. ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്ത് ഫാമിലിക്ക് പറ്റിയ പടമായിരുന്നു. ഫാമിലി ആയിട്ട് എല്ലാ ഫാമിലീസിനും കാണാൻ പറ്റിയ കിടില സിനിമ. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ പറ. അവരെ അമ്മയുടെ സീനില്ലേ, അവരമ്മയുടെ ആക്ടിങ്, എല്ലാരും ആക്ടിങ് കിട്ടില്ലായിരുന്നു. അവരെ അമ്മയുടെ സീൻ എനിക്ക് നല്ലപോലെ യോഗി ബാബു ഒരു രക്ഷയില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ മറ്റേ സിനിമ ബോസ്, ഞാനല്ല ബോസ്, എന്റെ ബോസ് വേറെയാണെന്ന് പറഞ്ഞിട്ട് വിജയ് ഇറങ്ങിയിരുന്ന സാധനം അമ്മ അത് കിട്ടില്ലായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം അറിയാമോ? കൊച്ചിനെ രക്ഷിക്കാൻ പോവില്ലേ, അത് അത്ര മൊത്ത പോർഷനും പക്ക ഒരു രക്ഷയില്ല, കിട്ടില്ല സാധനം. പിന്നെ ഈ സിനിമയിൽ ഫുള്ള് പഴയ വിജയനെ കാണാൻ പറ്റി അല്ലേ? അവിടെ ഇരുന്ന് പറയാണ് ഇത് പഴയ വിജയ അല്ല. പിന്നെ രശ്മിക കിടിലായിരുന്നു. അവളുടെ അത് വിജയുടെ പടത്തിൽ നിന്ന് അങ്ങനെയാണ്, നടിമാർക്ക് അങ്ങനെ വലിയ റോൾ വരാറില്ല. പക്ഷെ കിടിലായിരുന്നു. രശ്മി കാണാൻ ഒരു രക്ഷയില്ല. പൊന്നോ, ഈ സിനിമയിൽ ആ പാട്ടിലൊക്കെ ലുക്ക് ഗേളായ ഞാൻ പോലും അവിടെ ഇങ്ങനെ മാമ്പളം നോയിക്കൊണ്ടിരുന്നു. പിന്നെ ഇവരൊക്കെ പറയണ്ടല്ലോ. ഇഷ്ടപ്പെട്ട അത് തന്നെ, പഴയ വിജയ കാണാൻ പറ്റി. എല്ലാ ഡയലോഗും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ എല്ലാ സിനിമയിലെ കൊച്ചു കൊച്ചു സാധനങ്ങൾ, ഫേമസ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പടം കൊള്ളാം. എല്ലാവർക്കും ഈ പൊങ്കലിനെ അടിച്ചു പൊളിക്കാനുള്ള ഒരു പടം. ഫാമിലി ആയിട്ടിരുന്ന് കാണാൻ പറ്റും. കിടില അച്ഛൻ തന്നെ സെക്യൂരിറ്റി പോലെ ഇരിക്കുന്നു. അപ്പൊ ഗൈസ്, അടുത്ത് നമ്മുടെ അജിത്തിന്റെ സിനിമ തുനിവ് സിനിമയാണ് നമ്മൾ കാണാൻ പോകുന്നത്. തലപതിന്റെ സിനിമ ഉണ്ട്, ഇനി തലേന്റെ സിനിമ കാണുന്നുണ്ട്. അവരെ കയറ്റി 50 ടീഷർട്ട് ഊരിട്ട് സിനിമ കാണും, ഫുള്ളും കാണും. റീ എൻട്രി ഗൈസ് നമ്മള്. തുനിവ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ അശ്നേച്ച് വരുന്നുണ്ട്. അപ്പൊ ഇവരെ പറഞ്ഞിടാം നമുക്ക് ഇവിടെ നിൽക്കാം. പടം തുടക്കം മുതലേ കാണണം. അല്ല, അവിടെ പരസ്യം 10 മിനിറ്റ് അങ്ങ് ഓട്ടിക്കും. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിൽക്കാം. അവര് വന്നിട്ട് പോവാം. എത്തി അവര്. പടം തുടങ്ങിയേ ആഡിട്ടാണ്. ഇല്ല പടം തുടങ്ങി. അശ്ന കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ബാക്ക് ടു ആക്ഷൻ. ഫസ്റ്റ് ഹാഫ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് ഹാഫ് ഫുള്ളായിരുന്നു. ഫസ്റ്റ് ഹാഫ് നല്ല അജിത്തിന്റെ നല്ല കിടിലം പെർഫോമൻസും പിന്നെ മാസും. ഇത് തുടക്കം തന്നെ തുടക്കം തൊട്ട് വേറെ ലെവലായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ഡാൻസ്. സ്ലോ മോഷൻ ഡാൻസ്, ഇജാതി ലുക്ക്, സീരിയസ് ആയിട്ട് ആ കോസ്റ്റ്യൂമും ലുക്കും.
സെക്കൻഡ് ഹാഫ് ആയ ഞാൻ വന്നതേ ലേറ്റ് ആയിട്ട് പോകാൻ പെട്ടെന്ന്. Costume ഒക്കെ ഇത് അച്ഛന്റെ പാന്റ് അല്ലേ guys? ആ ഇത് കൊച്ചമ്മയുടെ പാന്റില്ല ബെൽറ്റ് നോക്കണേ ചുരുട്ടി വെച്ചിട്ടുണ്ട് ഞാൻ ഓവർസൈസ് ചെയ്യാൻ പോയി ഇതാകുമ്പോ കാത്തോട്ടം മാറ്റി നല്ല കാത്തോട്ടമായിരിക്കും. എന്തോ സാധനം അകത്ത് കയറ്റൂലെന്ന് ബെനിയ ഊര് പറഞ്ഞാ മറന്നുപോയി. ബെനി ഊരിട്ട് സെക്കൻഡ് ഹാഫ് ഉണ്ടാകും കേട്ട വാക്കിൽ ഇയാൾ മണ്ടനം അജിത്ത് വേറെ ലെവൽ ഗൈസ്, അതുപോലെ വേറെ ലെവലാണ് മഞ്ജു വാര്യർ. മഞ്ജു വാര്യരുടെ എൻട്രി എങ്ങനെ ഉണ്ടായിരുന്നു? അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻട്രി ഉണ്ട്. മഞ്ജു വാര്യർ എതിരെയാണ് ടോക്കിയോ എന്ന് പറയാം മണി ഈസ്റ്റിലുള്ള. ആ സീൻ ഒന്നാണ് ടോക്കിയോ എന്ന് വിളിക്കുന്നത്. അത് മണീസുമായിട്ട് ഒരു സാമ്യമുണ്ട് സാമ്യം ഉണ്ടായിരുന്നു. രണ്ട് പടവും കൊള്ളായിരുന്നു. ഫസ്റ്റത്തിൽ വിജയുടെ ഒരു വിന്റേജ് വിജയൻ എനിക്ക് കാണാൻ പറ്റും. പണ്ടത്തെ ഒരു വിജയുടെ ഫണ്ടും അത് ക്ലാസ് ആണ്, ഇത് മാസ്. അന്ന് ഫാമിലി നല്ല കണ്ടിരിക്കാൻ പറ്റി പടം. ഇത് ഫുള്ള് മാസ്. നീ വാരിസ് കണ്ടായിരുന്നു? ട്രെയിലർ ട്രെയിലറിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇവര് വാരിസ് കൊള്ളായിരുന്നു പടം. കാണണമെന്നുണ്ടായിരുന്നു. കേറിയാലോ ഒരിക്കലും നിങ്ങളെ വിളിക്കാറുണ്ട്. ഒരിക്കലും കേറിയാലോ? അപ്പൊ എന്തായാലും ഈ പൊങ്കലിൽ ഇറങ്ങിയ രണ്ട് പടവും ഇനി ഇത് ഏത് വന്നിട്ട് ഓടും എന്നുള്ള കാര്യം നമുക്ക് കാണാൻ. അല്ലല്ല രണ്ടും ഓടും. രണ്ട് ഓടും. 1.5 മാസം ഷോട്ടിൽ അവനെ കറക്കിയുള്ള ഒരു ഫൈറ്റ് ഫുള്ള് മാസ്. ഫസ്റ്റ് തുടക്കം തൊട്ട് അവസാനം വരെ മാസ്. അജിത്തിന്റെ ആ ഡയലോഗും സ്പെഷ്യൽ ആയിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗി മഞ്ജു വാര്യർ. നേരത്തെ അതില് രശ്മികയും നല്ല ഭംഗിയായിരുന്നു, ഇതില് മഞ്ജു വാര്യർ നല്ല ഭംഗി. രണ്ട് പടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ സെയിം. ഇതൊരു ചെറിയ വീഡിയോ, കുഞ്ഞ് ഒരു ഇളം വീഡിയോ. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഹായ് ബാംഗ്ലൂരിൽ നിന്ന് എത്തി? ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ 4 വേണ്ടില്ലാത്ത അവന് പനി. അങ്ങനെയല്ല സ്റ്റോറേജ് റിപ്ലൈ ആയിട്ടുള്ളൂ കൂടണ്ടേ വിചാരിച്ചോളൂ നിങ്ങൾ എവിടെ പോകും? ചുമ്മാ കറങ്ങാനാ? ഇല്ല കയറാൻ പോണേ ഉള്ളൂ. വാരിസ് വാരിസിന് കയറാൻ വരുന്ന വാരിസിന് ബൈ. ഹന്ന ഐഷ വേറെന്താ? ചെറുക്കൻ്റെ ഐസ്ക്രീം വേണം. അവിനടുത്ത് ചാക്കറ്റ് കൊടുക്കേ. അടിമ കണ്ണ്.